എയറോളിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഞങ്ങളുടെ യാത്ര പിന്നെ മൂന്നാർ കൊളുക്കുമലക്കുള്ള യാത്രയിലാണ്. അപ്പോൾ ഞങ്ങളിത് പെരുമ്പാവൂരിൽ നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഇപ്പോൾ ഏകദേശം നേര്യമംഗലം എത്തി. ഇവിടെ നിന്ന് അങ്ങനെ നമ്മളെ മൂന്നാർ ലക്ഷ്യമാക്കിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഫ്രണ്ടിലുണ്ട്. എങ്ങനെയാണ് നമ്മളത് യാത്രയുടെ പ്ലാൻ എങ്ങനെയാണ്? ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ പല സൂര്യോദയങ്ങളും കണ്ടിട്ടുണ്ടാവുമല്ലോ. കടൽ തീരത്തുള്ള സൂര്യോദയം കണ്ടിട്ടുണ്ടാവും, മലമുകളിലെ സൂര്യോദയം കണ്ടിട്ടുണ്ടാവും. അതേപോലെ തന്നെ കൊളുക്കുമലയിൽ സൂര്യോദയം എന്ന് പറഞ്ഞാൽ ലോക മുഴുവൻ അറിയപ്പെടുന്ന ഒരു സൂര്യോദയമാണ്. ഏറ്റവും ഭംഗിയുള്ള ഒരു സൂര്യോദയത്തിൽപ്പെട്ടാണ് കൊളുക്കുമലയിലെ സൂര്യോദയം. അത് കാണാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 4:30 സൂര്യനെല്ലി ടൗണിൽ നിന്ന് ജീപ്പ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾക്ക് ആ സമയത്തിനവിടെ എത്തണം. എന്നിട്ട് 4:30 മല കയറി ഏകദേശം ഒരു 6:20 നിലവിലുള്ള സൂര്യോദയം മലമുകളിലുള്ള. അപ്പം അതും കണ്ട് തിരിച്ചിറങ്ങണം. ഒരു 9 മണിയോടെ നമ്മൾ ഫ്രീ ആവും. ആ ഒരു സൂര്യോദയം കാണാൻ വേണ്ടി മാത്രമാണ് ഇന്നത്തെ ഈ യാത്ര. നമ്മളെ ഡ്രൈവിംഗ് സീറ്റിൽ നമ്മളെ ഷെരീക്ക, അതുപോലെ തന്നെ നമ്മളെ അങ്കിത്ത്, അതുപോലെ തന്നെ വേറെ മറ്റുള്ള 2 സുഹൃത്തുക്കൾ ഷിയാസ് ഭായ്, മൻസാർ ഭായ്. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു 6 പേരോളുണ്ട് നമ്മുടെ ഈ കാറിൽ. അങ്ങനെ 6 പേരാണ് അവിടേക്ക് യാത്ര തിരിച്ചിട്ടുള്ളത്. ഏതായാലും നമുക്ക് ഇനി രാവിലെ അവിടുത്തെ സൂര്യോദയം, അവിടുത്തെ കാഴ്ചകളൊക്കെ ഉണ്ട്. നമുക്ക് എന്താ ഈ വീഡിയോയുടെ കാണാം. ഓക്കെ, അങ്ങനെ ഞങ്ങളിതാ ഇപ്പൊ സൂര്യനെല്ലി ട്രക്കിംഗ് പോയിന്റിലെത്തി. ഇവിടുന്ന് നേരെ കൊളുക്കുമലയിലേക്കുള്ള ജീപ്പ് ഒരു 4:30 സമയത്ത് ഞങ്ങളിപ്പോൾ വണ്ടിയിൽ കയറി. ഇനി ഇവിടുന്ന് നേരെ വണ്ടി എടുത്തിട്ട് നേരെ കൊളുക്കുമല വ്യൂ പോയിന്റിലോട്ട് നേരെ പോവാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മളിതാ സൂര്യനെല്ലിയിൽ നിന്ന് കൊളുക്കുമലയിലേക്ക് പോകുന്ന ആ ഒരു ഏരിയയിലേക്ക് വണ്ടി എടുത്ത് ആ ഒരു ഏരിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് നേരെ ഇനി വണ്ടി എടുത്തു വലത്തോട്ട് തിരിഞ്ഞ് കട്ട് ചെയ്ത് പോകും. അങ്ങനെ കൊളുക്കുമല വ്യൂ പോയിന്റ് ലക്ഷ്യമാക്കി നമ്മുടെ വാഹനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളിതാ കൊളുക്കുമലൻ്റെ ആ റോട്ടിൽ ഇങ്ങനെ കയറിയിട്ട് ഇതെങ്ങനെ പോകട്ടെ. നമ്മളെ മുന്നിൽ ഓരോരോ ജീപ്പുകളിൽ ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ പോകും. ഇതൊക്കെ പാസ് എടുക്കുന്ന ആൾക്കാരുണ്ട്. ഇവിടുന്ന് പാസ് എടുത്തിട്ട് വേണം മുകളിലോട്ട് ഇങ്ങനെ കയറി പോകാൻ. അപ്പോൾ പാസ് എടുക്കാനുള്ള തിരക്കാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ വേണം. നമ്മൾ മുന്നേ തന്നെ പാസ് എടുത്ത് വെച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ കയറി പോവാം. ഇവിടെ ചെറിയൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് കടന്ന് വേണം മുകളിലോട്ട് ഇങ്ങനെ കയറി പോകാൻ. ഇതിങ്ങനെ കയറി പോയി കഴിഞ്ഞാൽ കൊളുക്കുമലിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള വ്യൂ പോയിന്റിൽ ഇങ്ങനെ എത്തിച്ചേരും. ചേട്ടാ, നമുക്ക് 2 ടീ ഫാറ്റിന്റെ മേലിലാണെങ്കിൽ 100 രൂപ, ഇവിടെ ആണെങ്കിൽ 250. ഏതാ വേണ്ടേ? ചേട്ടാ, മേലിലാണെങ്കിൽ ഗോൾഡ് ടീ ഫാറ്റ് പഴയതാണ്. അവിടെ താഴത്താണെങ്കിൽ നമുക്ക് ഗോൾഡ് ടീ ഫാറ്റാണ്. നല്ല ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്തിട്ടോ. ഏകദേശം റോഡൊക്കെ കൊത്തി ഇപ്പോൾ ഇനി ഇരിക്കുകയാണ്. ഇപ്പോൾ കൈക്കുന്ന ഫോണ് വരെ തെറിച്ചോ. അജാതി എന്താ പറയുക, നല്ല കുത്തി കുലുങ്ങിയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. ബാക്കിലും ഫ്രണ്ടിലൊക്കെ ഫുള്ള് വണ്ടികളാണ്. സൂര്യോദയം ഫസ്റ്റ് ആർക്ക് കാണാൻ പറ്റും എന്ന നിലയിലാണ് ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓ എൻ്റെ ആ പൊന്നെ അമ്മച്ചിയേ. അങ്ങനെ സമയം ഏകദേശം 6 മണി ആകാറായിട്ടോ. അങ്ങനെ ഞങ്ങളിതാ ഒരു കൊളുക്കുമലയിലുള്ളൊരു പഴയൊരു ടീ ഫാക്ടറിൻ്റെ ഒരു കോമ്പൗണ്ടിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് വളരെ ഫ്രീ ആയിട്ടിരുന്നിട്ട് നമുക്ക് രാവിലത്തെ സൂര്യോദയം കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ടീ ഫാക്ടറിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കടന്ന് നമ്മളിങ്ങനെ സൂര്യോദയം കാണാൻ വേണ്ടി പോകട്ടോ. അസാധ്യമായ തണുപ്പ് പറഞ്ഞാൽ അസാധ്യമായ തണുപ്പ്, ഒരു രക്ഷയില്ല. എന്താ തണുപ്പ്. അങ്ങനെ 6 മണി സമയമായി തുടങ്ങുന്നു. 6:20 സൂര്യോദയം ഈ ഭാഗത്ത് വരുന്നത്. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് കാണാം. അങ്ങനെ എല്ലാവരും മുന്നിലും ബാക്കിലേക്കായിട്ട് ഇതെങ്ങനെ നടന്ന് വരുന്നുണ്ട്. ഈ വഴിയിലൂടെ ഇങ്ങനെ പോയി
മുന്നിലോട്ട് കാണുന്ന ഈ വഴിയിലൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നല്ല അതിമനോഹരമായ ഒരു സൂര്യോദയം കാണാൻ സാധിക്കും. എല്ലാവരും മുന്നിലും പുറകിലൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നല്ല ശാന്തസുന്ദരമായ ഇളം കാറ്റിങ്ങനെ നമ്മളെ തഴുകിത്തലോടി ഇങ്ങനെ വരുന്നുണ്ട്. നല്ല രസമുള്ള കാറ്റ്. ആ ഓരോ കാറ്റിനും കിട്ടുന്ന ഒരു ഫീലുണ്ട് ഈ രാവിലത്തെ ഈ സൂര്യ കിരണങ്ങൾക്ക്. എന്താ കാറ്റ്, എന്താ തണുപ്പ്. വളരെ ഫ്രീ ആയിട്ടിരുന്നിട്ട് നല്ല രീതിയിൽ ഫോട്ടോസൊക്കെ എടുക്കുക, നല്ല രീതിയിൽ സൂര്യോദയമൊക്കെ കാണാൻ പറ്റിയുള്ള നല്ലൊരു ഹിഡൻ സ്പോട്ടാണിത്. വളരെ 1935 ഒരു ടീ ഫാക്ടറിയാണ് ഇപ്പോൾ അത്. അതിൻ്റെ കോമ്പൗണ്ട് കൂടിയാണ് ഇപ്പോൾ നമ്മൾ നടന്നു പോകുന്നത് കേട്ടോ. മുന്നിലൂടെയുള്ള ഈ വഴിയിലൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മാനെങ്ങനെ തെളിഞ്ഞു വരും. അതിൻ്റെ ഇടയിൽ കൂടി സൂര്യൻ നമ്മളിങ്ങനെ എത്തി നോക്കിക്കൊണ്ട് ഇങ്ങനെ വരും. ആ സമയത്ത് പ്രശ്നവന് ബാത്റൂമൊക്കെ ഉണ്ട് ഇവിടെ. എന്താ ഒരു 2 സൈഡിലും തേയിലത്തോട്ടത്തിൻ്റെ നടുവിലൂടെയുള്ളൊരു വഴിയിലൂടെയാണ് നമ്മൾ സൂര്യോദയം കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പം ഇങ്ങനെ ഹൈറ്റിലോട്ട് ഇങ്ങനെ കയറി പോവാണ്. അങ്ങനെതാ എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കട്ടോ. സൂര്യ ഉദയത്തിനായിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. സമയം ഏകദേശം 6:05 സമയം. ഇനി ഒരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ നമ്മുടെ സൂര്യൻ നമ്മളെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ആ മലക്കിടയിലൂടെ ഇങ്ങനെ വരും. എല്ലാവരും നല്ല രീതിയിൽ ആകാംക്ഷയോടുള്ള കാത്തിരിപ്പിലാണ്. ആ ഒരു മലയാട്ടോ നമ്മളെ എന്താ പറയുക, മീശപ്പുലി മല. ഈ ഒരു ഏരിയ, ആ ഒരു ഏരിയയൊക്കെ ആയിട്ട് നമ്മളെ വട്ടവട വരും. ഈ ഒരു ഏരിയയൊക്കെ ആയിട്ട് നമ്മളെ ടോപ്പ് സ്റ്റേഷൻ്റെ ഏരിയ. അങ്ങനെയൊക്കെ കാടിയായിട്ട് നിൽക്കുന്ന ഒരു സ്പോട്ടാണ് കൊളുക്കുമല. അങ്ങനെ ഏകദേശം നമ്മൾ സൂര്യോദയത്തിൻ്റെ ഏകദേശം ടൈമായി തുടങ്ങിയിട്ട് ഏകദേശം അതാ ഇങ്ങനെ ചോത്ത് തുടങ്ങുന്നുണ്ട് കേട്ടോ. നല്ല അതിസുന്ദരമായ കൊളുക്കുമലയിലെ തഴുകിത്തലോടുന്ന കാറ്റിൻ്റെ കണ്ടില്ല, കാറ്റിൻ്റെ വേഗത നിങ്ങൾ കണ്ടില്ല. വളരെ ഒരു രക്ഷയില്ലാത്ത കാഴ്ച കേട്ടോ. അപ്പം ഇങ്ങനെ നല്ല അതിശക്തമായിട്ട് ഇങ്ങനെ കാറ്റിങ്ങനെ വീശുന്നുണ്ട്. നമ്മൾ മുന്നിലൂടെ ഇങ്ങനെ വരാൻ പോകുന്ന കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലത്തെ സൂര്യോദയമാണ്. അതിപ്പോൾ നമ്മളൊരു ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ വരും. ആ ഒരു ഭാഗത്തു നിന്നായിരിക്കും സൂര്യൻ തെളിഞ്ഞ് വരാൻ പോകുന്നത്. കണ്ടില്ലേ, ആ ഒരു ഭാഗത്തു നിന്ന് നമ്മളിങ്ങനെ മാടി വിളിച്ച് സൂര്യൻ നമ്മൾ ഇന്നത്തെ വെൽക്കം പറയാൻ വേണ്ടി സൂര്യൻ ഇങ്ങനെ കടന്നു വരും. ഈ ഒരു ഭാഗം ടോപ്പ് സ്റ്റേഷൻ്റെ ഭാഗങ്ങൾ, വട്ടവട, അതുപോലെയുള്ള മീശപ്പുലിമല ഈ ഏരിയകളാണ് ഈ കാണുന്നത്. ഏകദേശം നമ്മൾ സൂര്യൻ്റെ ഉദിക്കുന്ന ടൈമൊക്കെ ആയിട്ടോ. സൂര്യനെ നമ്മൾ കാണുന്നില്ല, പക്ഷെ എന്നാലും ഏകദേശം വെളിച്ചമൊക്കെ ആയി തുടങ്ങി. ആ ഒരു സമയത്ത് കാണുന്ന കാഴ്ചകളാട്ടെ ഈ കാണുന്നത്. ഏകദേശം നല്ല തെളിച്ചമുള്ളൊരു അന്തരീക്ഷം, ഒരു രക്ഷയില്ല. ആ ഒരു ഭാഗത്ത് ആണ് സൂര്യൻ. ആ ഒരു ഗ്യാപ്പിലൂടെയാണ് വരാൻ തോന്നുന്നത്. കാർമേഘങ്ങൾ മറിഞ്ഞിരിക്കണം, അതുകൊണ്ടായിരിക്കാം ചിലപ്പം കാണാത്ത. ഏതായാലും ആ ഒരു ഭാഗത്ത് ഇങ്ങനെ ചെറിയ രീതിയിലുള്ള വെളിച്ചം കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ മുന്നിലേക്ക് സൂര്യൻ കടന്നു വരുമെന്ന് പ്രതീക്ഷിക്കും നമ്മൾ. അങ്ങനെ രാവിലത്തെ കൊളുക്കുമലയിലെ സൂര്യോദയം കണ്ടിട്ട് ഇതാ ഞങ്ങൾ ഇറങ്ങാൻ പോകട്ടെ. പക്ഷേ നമ്മുടെ ബാക്ക് സൈഡിലായി ഇന്ന് സൂര്യ ഉദയം ഉണ്ടായിരുന്നു, പക്ഷേ കാർമേഘം അവിടെ ഉണ്ടായതുകൊണ്ട് നമുക്ക് ആ ഒരു വ്യൂ നമുക്ക് കിട്ടിയില്ല. എന്താ പറയുക, ആ ഭാഗം ഫുള്ള് കാർമേഘം ഇങ്ങനെ മറച്ചിരിക്കുകയാണ്, അതുകൊണ്ടായിരിക്കാം നമ്മുടെ സൂര്യോദയം കിട്ടിയില്ല. ഏതായാലും ഓരോ സമയങ്ങളിലും ഓരോ രീതിയിലുള്ള കാഴ്ചകളാണ് നമുക്ക്, അനുഭവങ്ങളാണ് ഉണ്ടാവുക. അതുപോലെയുള്ള എന്താ പറയുക, സ്പോട്ടുകളിൽ പോയി ചില സമയങ്ങളിൽ പോയി കഴിഞ്ഞാൽ കോട മറക്കും, പിന്നെ ചില സമയങ്ങളിൽ മഴയായിരിക്കും, ചില കാർമേഘങ്ങൾ മറക്കും. അങ്ങനെയൊക്കെ ആയിട്ടായിരിക്കും നമുക്ക് ഓരോ യാത്രാനുഭവങ്ങളുണ്ടാവും. അപ്പോൾ ഈ ഒരു ഇന്ന് വന്ന സമയങ്ങളിൽ നമുക്ക് കാര്യമായിട്ടുള്ള സൂര്യോദയം നമുക്ക് കാണാൻ പറ്റിയില്ല. നമ്മുടെ മുന്നിലുള്ള ആ ഒരു സൂര്യൻ്റെ രംഗം കണ്ടില്ല, ആ ഭാഗത്ത് ഫുള്ള് കാർമേഘമാണുള്ളത്. ആ ഒരു ഏരിയയിൽ നിന്നാണ് സൂര്യൻ ഉദിച്ച് വരേണ്ടത്. പക്ഷേ എന്താ പറയുക, നമുക്ക് ആ ഒരു വ്യൂ കിട്ടിയില്ല. ഇനി ഇതുപോലെ എന്താ പറയുക, ഇനി വേറൊരു കുളുക്കുമല ട്രിപ്പിൽ നമുക്ക് ഇതുപോലെ നല്ല ഒരു സൂര്യ ഉദയം കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വന്നിട്ടുണ്ടായിരുന്ന ഓരോ ഏരിയകളാണ് മീശപ്പുലിമലേൻ്റെ ഏരിയകൾ.
നല്ല ഒരു രക്ഷയില്ലാത്ത ആംബിയൻസൊക്കെ ആയിട്ട് കിട്ടിയിട്ടുള്ള നല്ല ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടുത്തെ കാറ്റ് അസാധ്യമായിട്ടുള്ള കാറ്റ്, നല്ല തണുപ്പ്, നമ്മൾ ടോപ്പ് സ്റ്റേഷൻ്റെ വ്യൂ പോയിൻ്റ് കാര്യങ്ങളൊക്കെ ഇട്ടാൽ കാണുന്ന ആ ഒരു ഏരിയ വട്ടവട, അങ്ങനെയൊക്കെ ആയിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് ഇവിടെ നിന്ന് സമ്മാനിച്ചത്. ഏതായാലും ഇവിടുത്തെ കാഴ്ചകളെല്ലാം സൂര്യ ഉദയമൊക്കെ കണ്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടത് ഇവിടെ നമ്മളിതങ്ങനെ നമ്മൾ വന്ന വഴിയിലോട്ട് തന്നെ ഇങ്ങനെ തിരിച്ച് ഇങ്ങനെ ഇറങ്ങാം കേട്ടോ. അപ്പോൾ ഓരോരുത്തരായിട്ട് ഓരോരോ അപ്പോൾ അവർ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ എടുക്കും. അപ്പോൾ ഞാൻ ഫ്രെയിമിലുണ്ടായപ്പോഴേ അവർക്ക് എന്നോട് മാറാൻ പറഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് മാറിക്കൊടുത്തു. അപ്പോൾ ഏതായാലും നമ്മളിങ്ങനെ ഓരോ കാഴ്ചകളിങ്ങനെ കാണാൻ ഇവിടുത്തെ രക്ഷയില്ല. എന്താ ബില്ലൊക്കെ അടിക്കുന്നുണ്ടല്ലോ ഓരോ സമയത്ത്, ഓരോ ടീ ഫാക്ടറിയിൽ നിന്ന് ഇങ്ങനെ ബെല്ലടിക്കുന്നുണ്ട്. എന്താണെന്നോ അറിയില്ല, രാവിലത്തെ ബെല്ല്. അല്ല ചായ അടിക്കേണ്ട സമയം എന്തെങ്കിലും ആവും, ഇവിടുത്തെ ജോലിക്കാർക്കുള്ള സമയമോ അങ്ങനെ എന്തെങ്കിലും ആവുമോ എന്നുള്ള അറിയില്ല. ഏതായാലും നല്ല രീതിയിലുള്ള അട്ടുണ്ട് കേട്ടോ. അവിടെ 1-2 അട്ടൻ്റെ കടി കിട്ടി. പിന്നെ ഈ കാലിൻ്റെ ഗ്യാപ്പിൽ ഇപ്പോൾ ഒരു അട്ട ഉണ്ടായിരുന്നു, ഇപ്പോഴും അട്ടുണ്ട്. ഈ ഒരു ഗ്യാപ്പിൽ അട്ട കാണാൻ നിങ്ങൾക്ക്, ഈ ഒരു ഗ്യാപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അട്ടൊക്കെ ഉണ്ട്. ഏതായാലും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. ഇതാണ് നമ്മൾ കയറി വന്നിട്ടുണ്ടായിരുന്ന ടീ ഫാക്ടറി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ ആ ഒരു രാവിലത്തെ സൂര്യോദയം കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് കയറിയതാണ് കേട്ടോ. ഇവിടുന്ന് ചായ കുടിക്കണേ ചായ കുടിക്കുക, അതുപോലെ തന്നെ ടീ ഉണ്ട്, അങ്ങനെ എല്ലാതും ഉണ്ട്. അത്യാവശ്യം ഒരു 1935 അങ്ങനെ എന്തോ സ്ഥാപിതമായിട്ടുള്ള ഒരു ടീ ഫാക്ടറി കേട്ടത്. ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരെ താമസിക്കുന്ന ചെറിയ വീടുകളാണ് ഇതൊക്കെ. ഈ ജീപ്പിലായിരുന്നു ഞങ്ങൾ എന്താ പറയുക സൂര്യോദയം കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളുടെ ഡ്രൈവറാണ് ഉള്ളിലോട്ട് പോയത്, ആൻ്റണി ചേട്ടൻ. അപ്പോൾ ആരെങ്കിലൊക്കെ ഈ ബൈക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറൊക്കെ വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോളൂ. ജീപ്പൊക്കെ കുളുക്കുമലയിലൊക്കെ പോകണമെങ്കിൽ പോവാം. ഒരു രക്ഷയില്ലാത്ത കാഴ്ചകളൊക്കെ കാണാൻ കിട്ടും. ഓരോ കാലാവസ്ഥക്ക് അനുസരിച്ചായിരിക്കും. ഇപ്പോൾ ഏകദേശം ഇന്നൊരു മഴ മൂടിയൊരു കാലാവസ്ഥ തന്നെ, അതായത് കാർമേഘം കൊണ്ട് ഒരു മൂടിയൊരു കാലാവസ്ഥയാണ്. അതുകൊണ്ട് സൂര്യോദയം കാണാൻ പറ്റില്ല. ഓരോ സമയങ്ങളിൽ ഓരോ കാഴ്ചകളാണ് നമുക്ക് അനുഭവങ്ങൾ ഉണ്ടാവുക. അങ്ങനെ ഞങ്ങളിതാ കൊളുക്കുമല വ്യൂ പോയിൻറ്റിലെ കാഴ്ചകളൊക്കെ കണ്ടത് നമ്മളെ ജീപ്പ് കൊണ്ടും റിട്ടേൺ സിംഗപ്പാറ, ഒരു എന്താ പറയുക നമ്മളൊരു സിംഹത്തിൻ്റെ ഒരു തലൻ്റെ ഒരു ഷേപ്പിലുള്ള ഒരു മല ഉണ്ടല്ലോ, ഒരു പാറ, ആ ഒരു ഏരിയയിലേക്കാണ് ഇനി പോകാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ നിർത്തും. ഇനി ഇവിടെ നിന്ന് അസാധ്യമായിട്ടുള്ള ഓഫ് റോഡാണ്. പക്ഷെ കൂടുതൽ വീഡിയോസും നമുക്ക് ഓഫ് റോഡിൽ എടുക്കാൻ പറ്റില്ല, കാരണം കുത്തി കുലുങ്ങിയിട്ട് നമ്മളാകെ തയബാനാവും. ഏതായാലും നമുക്ക് പിന്നെ ഒരു കാഴ്ചകൾ കാണാൻ വേണ്ടി പോവാം. ആ ഒരു സിംഗപ്പാറ വ്യൂ പോയിൻറ്റിലോട്ടാണ് ഇനി നെക്സ്റ്റ് പോകുന്നത്. അങ്ങനെ സിംഗപ്പാറ വ്യൂ പോയിൻറ്റിൽ കാണാൻ വേണ്ടിയിട്ട് ഇതാ വണ്ടി ഇവിടെ സൈഡാക്കിട്ടോ. അങ്ങനെ സിംഗപ്പാറ വ്യൂ പോയിൻറ്റിലൊക്കെ ഇതാ നടന്ന് ഇങ്ങനെ പോകാനുണ്ടാവും. മുന്നിലൂടെയുള്ള ഈ ജീപ്പിൻ്റെ ഈ ഗ്യാപ്പിലൂടെ ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആ ഒരു വ്യൂ പോയിൻറ്റിലെത്തട്ടോ, ഒരു സിംഗപ്പാറ വ്യൂ പോയിൻറ്റ്. അപ്പോൾ അവിടേക്ക് പോകുന്ന വഴിയാണത്. അപ്പോൾ മുന്നിലായിട്ട് ഓരോരുത്തർ ഇതങ്ങനെ നടന്ന് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയൊരു ഗ്യാപ്പിലൂടെ ഇങ്ങനെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ആ ഒരു സിംഗപ്പാറ വ്യൂ പോയിൻറ്റ് എത്താൻ പറ്റും. അപ്പോൾ ഡ്രൈവർ അവിടെ നമ്മളെ വണ്ടീൻ്റെ അവിടെ ഉണ്ട്. ബാക്കിയുള്ള ഞങ്ങളെല്ലാവരും ഇതാ ഈ ഒരു വഴിയിലൂടെ മുകളിലോട്ട് ഇങ്ങനെ കയറി പോവുകയാണ് ചെയ്യുന്നത്. അവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരാം, എങ്ങനെയുണ്ട് കാഴ്ചകൾ എന്നൊക്കെ ഉള്ളത്. രാവിലെ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ കേട്ടോ ഇവിടുന്ന് ഒന്നും കൂടി വേറൊരു രീതിയിൽ കാണുന്നതെന്ന് മാത്രം. ഇങ്ങനെ ഈ ഒരു ഇടവഴിയിലൂടെ ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ കയറി പോവുകയാണ് നമ്മൾ ആ ഒരു വ്യൂ കിട്ടാൻ വേണ്ടി ചെയ്യുന്നത് കേട്ടോ. കുഴപ്പമില്ലാത്ത നല്ല രസമുള്ളൊരു വഴി. ഈ വഴിയിലൂടെ ഇങ്ങനെ പോയാൽ ആ ഒരു വ്യൂ കാര്യങ്ങളൊക്കെ കിട്ടും. നമ്മളെ ഡ്രൈവർ ഇതാ മുന്നിലായിട്ട് ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. ബാക്കിയുള്ള എല്ലാവരും ഇതാ പുറകിലായി ഇങ്ങനെ വരുന്നുണ്ട്. എല്ലാവരും കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ പതിയെ മുകളിലോട്ട് ഇങ്ങനെ കയറി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു എന്താ പറയുക സിംഗപ്പാറ വ്യൂ പോയിൻറ്റിലോട്ട് കയറുമ്പോൾ കിട്ടുന്ന കാഴ്ചകളാട്ടോ ഒരു രക്ഷയില്ലാത്ത നല്ല രസമുള്ള ആംബിയൻസ്. ചുറ്റുഭാഗം ഫുള്ള് അതിൻ്റെ ഇടയിൽ കൂടി നമ്മളെ തഴുകി വരുന്ന നല്ല തണുത്ത കാറ്റുകൾ കേട്ടോ. ഒരു രക്ഷയില്ല, എങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാലും നല്ല വ്യൂ ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. പുല്ലുകളെ കണ്ടില്ല, ഇങ്ങനെ കാറ്റിലിങ്ങനെ തഴുകി തലോടി ഇങ്ങനെ കുളിർന്നു കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നല്ല ഫോട്ടോസ്
ഒക്കെ എടുത്തുകൊണ്ടിരിക്കട്ടോ. അപ്പോൾ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മളിങ്ങനെ തേയിലത്തോട്ടങ്ങളിങ്ങനെ വെട്ടി മിനുക്കി വെച്ച പോലെയുള്ളൊരു കാഴ്ചയായിട്ട് കിട്ടുന്നത്. ഇത് ഏതാ ടൗൺ എന്നുള്ളത് കറക്റ്റ് അറിയില്ല, ഒരു രക്ഷയില്ല ഇവിടുന്ന് കിട്ടുന്ന കാഴ്ചകൾ. എന്താ ആംബിയൻസ്. ഈ ഒരു വയലൂടെ കേട്ടോ ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ കയറി പോകുന്നത് കേട്ടോ. ഏകദേശം അവരൊക്കെ ഇങ്ങനെ ആ ഒരു മുകളിലോട്ട് ഇങ്ങനെ എത്തി തുടങ്ങുന്നുണ്ട്. കുറേ ആൾക്കാർ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ മുകളിലോട്ട് പോകുന്തോറും കിട്ടുന്ന വ്യൂ ഒക്കെയാണ് നിങ്ങൾ കാണുന്നത്. നല്ല രസമുള്ള കാഴ്ചകൾ, രാവിലത്തെ കോട എല്ലാം ഉണ്ട്. അവരൊക്കെ അതങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ കയറി പോകുന്നുണ്ട്. ഫുള്ളിതാ രണ്ട് സൈഡിലും നല്ല നല്ല മരങ്ങൾ. അതിൻ്റെ ഇടയിലൂടെയുള്ള ഈ പരവതാനിയിലൂടെ പോയി കഴിഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ച കിട്ടും കേട്ടോ. ഈ ഭാഗത്ത് ചെറിയൊരു ടൗണാണ് കാണുന്നത്. ഇപ്പോൾ ഏകദേശം ഇതിൻ്റെ ടോപ്പിൽ ഇങ്ങനെ ഒരു നിരപ്പായിട്ടുള്ള ഒരു സ്ഥലത്തെത്തി തുടങ്ങിട്ടോ. അപ്പോൾ ഇവിടുന്ന് ഇനി എന്ത് കാഴ്ചയാണ് കിട്ടാൻ പോകുന്നുള്ളത് കാണിച്ചു തരാം. ഈ ഭാഗത്ത് കണ്ടില്ല, ഫുള്ള് നല്ല അതികഠിനമായിട്ടുള്ളൊരു താഴ്ച കേട്ടോ ഈ ഒരു ഭാഗത്തേക്ക് കാണുന്നത്. ഒരു അതികഠിനമായിട്ടൊരു കൊക്ക. എന്താ അല്ലേ, ഇങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട. പക്ഷെ അവിടുന്ന് കിട്ടുന്ന കാഴ്ചകൾ, അതുപോലെ തന്നെ കിട്ടുന്ന കാറ്റ് എന്താണെന്നറിയോ, എന്ത് തണുപ്പാണെന്നറിയോ, രക്ഷയില്ല. രാവിലെ ഏകദേശം ഒരു 8 മണിയായി തുടങ്ങി. ഇവിടുന്നൊക്കെ വളരെ കെയർ ചെയ്യണം. കിട്ടുമ്പോൾ ഇവിടുന്ന് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ കാണുന്ന വ്യൂ ആണ് ഈ കാണുന്നത്. ഒരു ഭാഗത്ത് നല്ല രസമുള്ളൊരു മല, പിന്നെ കോട ഇങ്ങനെ അവിടുന്ന് ആ ഭാഗത്ത് ഇങ്ങനെ അടിച്ച് വീശി വരുന്നുണ്ട്. നമ്മളെ ആനയിറങ്ങൽ ഡാമിൻ്റെ ആ ഒരു റിസർവയർ കാര്യങ്ങൾ പിന്നെ ഒക്കെയാണ് ആ കാണുന്നത്. ആ ഒരു വെള്ളം കെട്ടി നിൽക്കുന്ന ഏരിയയൊക്കെ കണ്ടില്ലേ, ആ ഒരു ഏരിയയാണിത്. ഇതാണ് ആ ഒരു സിംഗപ്പാറ വ്യൂ പോയിന്റ്. ഇത് കണ്ടില്ല, ഇതിങ്ങനെ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു എന്താ പറയുക, സിംഹത്തിൻ്റെ ഒരു ഷേപ്പിലാണ് ഈ പാറ ഉള്ളത്. അതുകൊണ്ടായിരിക്കാം ഈ ഒരു സ്ഥലത്തിന് സിംഗപ്പാറ എന്ന സ്ഥലത്തിന് പേര് വരാൻ കാരണം. പക്ഷെ കോടൊക്കെ ഉണ്ടായിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഫോട്ടോസ് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കാഴ്ച കേട്ടോ. ആ ഒരു ശരിക്കും ഇങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു എന്താ പറയുക, കറക്റ്റ് ആ ഒരു എന്താ പറയുക ഇതിൻ്റെ ഷേപ്പ് തന്നെ നമ്മളെ സിംഹത്തിൻ്റെ ഒരു ഷേപ്പ് തന്നെ. സിംഗപ്പാറ വ്യൂ പോയിന്റിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ വന്ന വഴിയിലൂടെ അല്ല കേട്ടോ താഴത്തേക്ക് ഇറങ്ങി വന്ന്. അപ്പോൾ നമ്മൾ ജീപ്പ് കുറച്ചും കൂടി താഴത്തേക്ക് വന്നിട്ട് അവിടെ നിന്ന് കയറിയാൽ മതി പറഞ്ഞു. അപ്പോൾ നമ്മൾ വേറൊരു ഓപ്പോസിറ്റ് വഴിയിലൂടെ ഇങ്ങനെ താഴേക്ക് ഇറങ്ങി. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് കണ്ട ഒരു ഹോം സ്റ്റേ ആട്ടോ. അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു വ്യൂ കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു നല്ലൊരു ആംബിയൻസുള്ളൊരു സ്ഥലം. രക്ഷയില്ലാത്ത ആംബിയൻസിൽ കുഴപ്പമില്ലാത്ത ഒരു ആംബിയൻസ് കിട്ടുന്ന നല്ല രീതിയിലുള്ള സെറ്റൊക്കെ ചെയ്തിട്ടുള്ളൊരു സ്ഥലം. നല്ല ക്യാമ്പ് കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റിയുള്ള നല്ല സ്പോട്ടാണ്. അത് സ്റ്റേജ് പോലെയൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. ഇവിടുന്ന് ഇങ്ങനെ താഴേക്കൊക്കെ ആ ഒരു തേയിലത്തോട്ടത്തൊക്കെ പോകാനുള്ള വഴിയൊക്കെ കാണുന്നുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലത്തെ നല്ല വ്യൂ പോയിൻ്റ് കാര്യങ്ങളൊക്കെ കിട്ടും.
എന്താ പറയുക, ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മളെ ആനയിറങ്കൽ ഡാമിൻ്റെ ആ ഒരു റിസർവയർ ഭാഗങ്ങളൊക്കെയാണ് കാണുന്നത്. എങ്ങനെതാ നല്ല രസമുള്ള കാഴ്ചകൾ, നല്ല തണുത്ത കാറ്റുകളൊക്കെ കിട്ടിക്കൊണ്ട് ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ജാഗോർ ഹൈഡ് ഔട്ട് അങ്ങനെ എന്തോണ് ഈ ഒരു ഹോം സ്റ്റേക്ക് പേര് പറയുന്നത്. അങ്ങനെ സിംഗപ്പാറയിലെ വ്യൂ പോയിൻറ്റിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ വീണ്ടും നമ്മൾ പിക്ക് ചെയ്ത സ്ഥലത്തോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ജീപ്പ് പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ വണ്ടി എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇനി ഏകദേശം ഇവിടുത്തെ വ്യൂ പോയിൻ്റ് കാര്യങ്ങൾ പിന്നെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. ഇനി മിക്കവാറും ഇനി കൂടുതൽ കാഴ്ചകളൊന്നും കാണാൻ നിൽക്കുന്നുണ്ടല്ലോ. ഇനി നേരെ നാട്ടിലേക്ക് തിരിക്കാനാവും ഉദ്ദേശം ഉണ്ടാവും. ഏതായാലും നമ്മൾ പിക്ക് പോയിന്റിൽ എത്തിയിട്ട് ബാക്കി ഇനി തീരുമാനം കെട്ടാം. അടുത്ത കട്ടിങ് വഴി നടന്നു പോരുട്ടാ. ഏത്? അവിടെ കട്ടിങ്